ഹായ്. പലപ്പോഴും നാം കണ്ടുവരുന്ന ഒരു രീതിയാണ് വീട് നിർമ്മാണത്തിൽ കോൺട്രാക്ടറുമായി വീട് നിർമ്മാണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്നത്. അങ്ങനെ പലപ്പോഴും പല നിർമ്മാണങ്ങളും ഒരു 90% അല്ലെങ്കിൽ 85% ശേഷം ആ കോൺട്രാക്ടർ ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പറായി ഇനിഷ്യൽ ടൈമിൽ തന്നെ നിങ്ങളുടെ ആവശ്യകത പറയുകയും അത് അനുസരിച്ച് ഒരു പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് ആ കോൺട്രാക്ടർ നിങ്ങൾക്ക് ഒരു കൊട്ടേഷൻ ടൈപ്പ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ രേഖപ്പെടുത്തി തന്നെ അത് എഴുതി തരികയും അങ്ങനെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാനും തുടങ്ങാത്തതിൻ്റെ പോരായ്മയാണ്. ഏതൊരു വർക്ക് തുടങ്ങുമ്പോഴും നിങ്ങൾ അവരോട് പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ക്ലയൻറ്റിനോട് ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യുക, ഞാൻ ഇന്നതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് വായിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കണ്ടിട്ടുള്ള പലപ്പോഴും പേന വെച്ച് ഫൗണ്ടേഷൻ ചെയ്യുന്നു, ഭിത്തി കെട്ടുന്നു, കതകും ജനലും ഇടുന്നു, അതിനുശേഷം റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നു, തേച്ച് കൊടുക്കുന്നു, തറയിടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് താക്കോൽ വർക്കുകളല്ല, ചില വർക്കുകളൊക്കെ തേപ്പ് വരെ വീട്ടുകാർ കോൺട്രാക്ടർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വർക്കുകൾ എടുത്തിട്ട് ഇതിനെല്ലാം കൂടി ഒരു തുക പറയുകയും അവസാനം ജനലും കതകും ഏത് തടിയാണ് കൊണ്ടുവെക്കുന്നത് എന്ന് തിരക്കുകയും അവിടെ ക്ലാഷ് ആവുകയും കൊണ്ടുവരുന്നത് വേറൊരു തടിയും വീട്ടുകാരൻ ഉദ്ദേശിച്ചത് വേറൊരു തടിയുമായിരിക്കും. അങ്ങനെയുള്ള ഈ ഇഷ്യൂസ് ഒഴിവാക്കാൻ എപ്പോഴും വീട് നിർമ്മാണത്തിൽ നിങ്ങളൊരു എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യുകയും ആ എഗ്രിമെന്റിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാഷ് ഒഴിവാക്കാം.